Let's start learning English. ഹലോ മക്കളെ, എല്ലാവർക്കും ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഹലോ മക്കളെ, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ക്ലാസ്, അതായത് ക്ലാസ് 1 ഒട്ടുമിക്ക പേരും ചെയ്തയച്ചിട്ടുണ്ട്. ആ ഉത്സാഹം തുടർന്ന് മുന്നോട്ട് ഉണ്ടാവണം. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടാമത്തത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, റൂൾസ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ന് ഞാൻ ഒരു റൂള് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഓരോന്നായിട്ട് പയ്യെ പയ്യെ പഠിച്ചാൽ മതി. ഒന്നാമത്തെ റൂള് എന്താണ്? ശരിക്കും ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ ചിത്രം വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക, ശ്രദ്ധാപൂർവം നോക്കുക. ആ ചിത്രം ശ്രദ്ധയോടുകൂടി ചിത്രം നന്നായി വീക്ഷിക്കുക. നോക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ പോരാ, അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കണം. ഓക്കെ, കുറച്ച് സമയം എടുക്കണം. കുറച്ച് സമയങ്ങളൊക്കെ എടുത്തിട്ട് നന്നായി നിരീക്ഷിക്കണം. അപ്പോൾ ആ ചിത്രം നന്നായി നോക്കുക, കുറച്ചു നേരം നിരീക്ഷിക്കുക. പിന്നെന്ത് ചെയ്യണം? നമ്മൾ അതിൽ ആരൊക്കെയാണുള്ളത്, എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ നിറങ്ങളാണുള്ളത്, എന്തൊക്കെ പ്രവൃത്തികൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കണം. അപ്പൊ റൂൾ 1 എന്താണ്? ചിത്രം ശ്രദ്ധയോടെ നോക്കുക. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. പിന്നെന്ത് ചെയ്യണം? കുറച്ച് സമയങ്ങൾ എടുത്ത് നിരീക്ഷിക്കണം. പെട്ടെന്ന് ഇങ്ങനെ നോക്കി വിടുകയല്ല, കുറച്ച് സമയം എടുത്ത് നമ്മൾ അതിനെ നിരീക്ഷിക്കണം. ഓക്കെ, ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ് ടു ഒബ്സർവ് ഇറ്റ്. ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ് ടു ഒബ്സർവ് ഇറ്റ്. പിന്നെന്ത് ചെയ്യണം? അതിലെ ആളുകളെയും വസ്തുക്കളെയും നിറങ്ങളെയും അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതെന്താണ്? നോട്ടീസ് ദ പീപ്പിൾ, objects, colors and actions in it. Notice the people, objects, colors and actions in it. Okay? എന്താണ് റൂള് നമ്പർ 1? Rule number 1. Look at the picture carefully. Take a few seconds to observe it. Notice the people, objects, colors and actions in it. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി നമുക്ക് പിക്ചറിലോട്ട് പോകാം. ഓക്കെ, ഇന്നലെ നമ്മൾ ചൂസ് ചെയ്ത പിക്ചർ, അതുമായി സിമിലാരിറ്റി ഉള്ള പിക്ചർ തന്നെയാണ് ഇവിടെയും. ഇന്നലെ നമ്മൾ നോക്കിയതും പ്ലേ ഗ്രൗണ്ട് ആണ്, ഇന്നും പ്ലേ ഗ്രൗണ്ട് ആണ്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, അത് ഞാൻ വിട്ടുപോയി. അതായത് മെസ്സേജ് അയച്ചു, ടീച്ചർ ഇത് പ്ലേ ഗ്രൗണ്ട് ആണ്, ഇത് പാർക്കല്ലേ. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കളിക്കുന്ന എക്യുപ്മെൻസും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ, അതും കുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പാർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവിടെ മുതിർന്നവരുണ്ടാവും, ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ടാവും, നടന്ന് ചുറ്റിക്കറങ്ങി നടക്കാനുള്ള വഴികൾ, പാതകളുണ്ടാവും. ഓക്കെ, കുറച്ച് കളികളുടെ ഉപകരണങ്ങൾ വളരെ കുറച്ചാണ് പാർക്കിലുണ്ടാവുക. ഈ കളിസ്ഥലം അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട്, പ്ലേ ഏരിയ എന്ന് പറയുന്നിടത്താണ് ഏകദേശം കളികളുടെ സംഭവങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ എക്സേർഷൻ കുട്ടികൾക്ക് പോസിബിൾ ആവുന്ന ഇടം, അതാണ് പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ പാർക്ക് ആൻഡ് പ്ലേ ഗ്രൗണ്ട് അത് രണ്ടും രണ്ടാണ്. പാർക്കിലെ ഏജ് ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും, കുട്ടികൾ മാത്രമല്ല ഉണ്ടാവുക, പേരൻസ് ഉണ്ടാവും. ഓക്കെ, എൽഡർലി പീപ്പിൾ ഉണ്ടാവും. ഓക്കെ, അതാണ് വ്യത്യാസം. ഇന്നലെ കുറച്ച് പേരത് ചോദിച്ചു, പ്ലേ ഗ്രൗണ്ടിന് പകരം പാർക്ക് ചെയ്തിക്കൂടെ. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബേസിക്കാണ്. നമ്മൾ പല ഏജ് ഗ്രൂപ്പിലുള്ളവർ ഉൾപ്പെട്ടുകൊണ്ട് ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് പറയും ഇന്നത്തെ ഇതിൽ ഇരിക്കേണ്ടത്, പക്ഷേ ഇരിക്കുന്നിടത്ത് 2 കുട്ടികൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ, മുതിർന്നവരോ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിലുള്ളവരോ അവിടെ കാണപ്പെടുന്നില്ല. അപ്പോൾ അതെന്ത് തന്നെയാണ്? പ്ലേ ഗ്രൗണ്ടാണ്. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത്? ദിസ് ഈസ് എ പ്ലേ ഗ്രൗണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അതിനൊരു മാറ്റം വരുത്താം അല്ലേ? ഇതാ ഒരു പ്ലേ ഗ്രൗണ്ട്, ഇതാ ഒരു കളിസ്ഥലം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഹിയർ ഈസ് എ പ്ലേ ഗ്രൗണ്ട്. ഹിയർ ഈസ് എ പ്ലേ ഗ്രൗണ്ട്. ഹിയർ ഈസ് എ പ്ലേ ഗ്രൗണ്ട് അല്ലേ? പിന്നെന്ത് പറയാം? ഇന്നലെ നമ്മൾ പറഞ്ഞത് മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞത്? മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ്. നമുക്കതൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം?
ഇപ്പോൾ കളിസ്ഥലത്ത് ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒരു വേറെ രീതിയിൽ എഴുതണം. എങ്ങനെ എഴുതാം? There are many children playing in the playground. There are many children playing in the playground. കളിസ്ഥലത്ത് ധാരാളം കുട്ടികൾ കളിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇൻ എ ഡിഫറെൻറ്റ് വേ. ഓക്കെ, എന്താ പറഞ്ഞത്? There are many children playing in the playground. ഓക്കെ, അപ്പം നമുക്ക് ഈ ചിത്രം നോക്കിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ പറയാം അല്ലേ? ഹിയർ ഇസ് എ പ്ലേഗ്രൗണ്ട്, ഇതാ ഒരു കളിസ്ഥലം. പിന്നെന്താണ്? There are many children playing in the playground. കളിസ്ഥലത്ത് ധാരാളം കുട്ടികൾ കളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ പല രീതിയിൽ സെൻറ്റൻസസ് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ മാറി മാറി പറയുന്നത്. ഇല്ലെങ്കിൽ ഇന്നലത്തെ അതേ സെൻറ്റൻസ് ഇവിടെ എനിക്ക് യൂസ് ചെയ്യാം. പക്ഷെ കുറച്ച് വ്യത്യസ്തമായി നമ്മൾ പറഞ്ഞ് പഠിക്കുകയാണ്. ഓക്കെ, ഹിയർ ഇസ് എ പ്ലേ ഗ്രൗണ്ട്. ദർ ആർ മെനി ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നമ്മൾ കാണുന്നത്? ഇന്നലെ കണ്ടതുപോലെ തന്നെ അല്ലേ, ഒരു ബോയ് ഊഞ്ഞാലാടുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ യൂസ് ചെയ്ത സെൻറ്റൻസ് എന്തായിരുന്നു? ചൈൽഡ് ഇസ് സ്വിങ്ങിങ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്കത് മാറ്റിപ്പിടിക്കാം. എങ്ങനെ പറയാം? ഒരു ആൺകുട്ടിയാണ് അല്ലേ അത്. അപ്പോൾ ഒരു ആൺകുട്ടി ഊഞ്ഞാലിൻ്റെ മേലെ കളിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, എ ബോയ് ഇസ് പ്ലേയിങ് ഓൺ ദ സ്വിങ്. എ ബോയ് ഇസ് പ്ലേയിങ് ഓൺ ദ സ്വിങ്. ഒരു ആൺകുട്ടി ഊഞ്ഞാലിൽ കളിക്കുകയാണ്. എ ബോയ് ഇസ് പ്ലേയിങ് ഓൺ ദ സ്വിങ്. എ ബോയ് ഇസ് പ്ലേയിങ് ഓൺ ദ സ്വിങ്. പിന്നെ ഇതിലെന്താ കാണുന്നത്? അടുത്തതിൽ ടീച്ചർ ഇതിലാ മാർക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? രണ്ട് കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെഴുതാം? 2 children are sitting on a bench. 2 children are sitting on a bench. രണ്ട് കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. 2 children are സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. അവർ വെറുതെ ഇരിക്കുകയാണോ? അല്ല അല്ലേ. അവരുടെ ആ ഒരു എന്താണ് കാണിക്കുന്ന ജെസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? അവർ പുഞ്ചിരിച്ചുകൊണ്ട് എന്തോ സംസാരിക്കുകയാണല്ലോ. അവർ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവർ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അവർ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ദേ ആർ സ്മൈലിംഗ് ആൻഡ് ടോക്കിംഗ്. ദേ ആർ സ്മൈലിംഗ് ആൻഡ് ടോക്കിംഗ്. അപ്പോൾ അവിടെ എന്താണ്? 2 children are sitting on a bench. They are smiling and talking. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് എന്താണ് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഒരു പെൺകുട്ടി സ്ലൈഡിൽ താഴേക്ക് നീങ്ങുന്നതാണ് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ? ഒരു പെൺകുട്ടി സ്ലൈഡിൽ താഴേക്ക് നീങ്ങുന്നു. അതെങ്ങനെ നമുക്ക് പറയാം? A girl is sliding down the slide. A girl is sliding down the slide. A girl is sliding down the slide. ഒരു പെൺകുട്ടി സ്ലൈഡിൽ താഴേക്ക് നീങ്ങുന്നു. ഒരു പെൺകുട്ടി സ്ലൈഡിൽ താഴേക്ക് നീങ്ങുന്നു. A girl is sliding down the slide. Okay, a girl is sliding down the slide. സ്ലൈഡിൽ മറ്റൊരാളും കൂടിയില്ലേ? ഒരു ബോയ് ഉണ്ടല്ലേ? ആ ബോയ് എന്താ ചെയ്യുന്നുള്ളത്? സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് അറ്റത്തിരിക്കുന്നതാവാം. നമുക്ക് അറ്റത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളത് പരിഗണിക്കുകയാണെങ്കിൽ ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലൈഡ്. സ്ലൈഡിൻ്റെ താഴെ അറ്റത്ത് ഇരിക്കുകയാണ്. സ്ലൈഡിൻ്റെ അടിയിൽ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇരിക്കുകയാണ് ആ ബോയ്. അതായത് സ്ലൈഡ് ചെയ്ത് താഴെ വന്ന് അവിടെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ പോയി അവിടെ ഇരിക്കുന്നു. എന്തായാലും അവിടെ ബോയ് ഇരിക്കുകയാണ് താഴെ ഭാഗത്ത്. എ ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലൈഡ്. എ ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലൈഡ്. എ ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലൈഡ്. ഇതിലെന്താ കാണുന്നത്? ഇതിലും ഒരു ബോയിനെ തന്നെയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു എ ബോയ് വെച്ചിട്ട് നമ്മൾ എഴുതിയല്ലേ. അപ്പോൾ വീണ്ടും എ ബോയ് വെച്ച് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? മറ്റൊരു ബോയ് എന്ന് പറയാം അല്ലേ. എ ബോയ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും എ ബോയ് എഴുതുമ്പോൾ തെറ്റൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്.
ബട്ട് സ്റ്റിൽ എപ്പോഴും നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിലാണ് എല്ലാം പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തതിൽ നമ്മൾ എ ബോയ്ക്ക് പകരം അനദർ ബോയ്, മറ്റൊരു ആൺകുട്ടി എന്നുള്ള രീതിയിൽ എഴുതാം. ആ മറ്റൊരു ആൺകുട്ടി എന്താ ചെയ്യുന്നത്, കളിസ്ഥലത്ത് ഓടുകയാണ്, ആ പ്ലേ ഗ്രൗണ്ടിൽ ഓടുന്നു അല്ലേ. അനദർ ബോയ് is running in the playground. Another boy is running in the playground. Another boy is running in the playground. കളിസ്ഥലത്ത് മറ്റൊരു ആൺകുട്ടി ഓടുന്നു. ഒരു ആൺകുട്ടി സ്ലൈഡിൻ്റെ താഴെ ഇരിക്കുന്നു, മറ്റൊരു ആൺകുട്ടി കളിസ്ഥലത്ത് ഓടുന്നു. ഓക്കെ, അനദർ ബോയ് ഇസ് റണ്ണിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. എന്തിനാണ് ടീച്ചർ അവിടെ അനദർ എന്ന് യൂസ് ചെയ്തത്? രണ്ട് സെൻറ്റൻസസ് അടുത്തടുത്തുള്ളത് എ ബോയ് എന്ന് വെച്ച് തുടങ്ങാതിരിക്കാൻ വേണ്ടി, കുറച്ചും കൂടി നന്നാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അവിടെ അനദർ ബോയ് എന്ന് പറഞ്ഞത്. ഒരു കുട്ടി സ്ലൈഡിൻ്റെ ബോട്ടം ഇരിക്കുന്നു, അതായത് ബോയ് ഇസ് സിറ്റിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലൈഡ്. അനദർ ബോയ് ഇസ് റണ്ണിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ ഇപ്പോൾ ടീച്ചർ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഇന്നലെ നമ്മൾ മരങ്ങളും പച്ചപ്പുല്ലൊക്കെ മാർക്ക് ചെയ്തു അല്ലേ? അതുപോലെ തന്നെ ഇവിടെയുണ്ട്. അപ്പം ഞാൻ പച്ചപ്പുല്ലിനെ കുറിച്ച് പറയുന്നില്ല, മരങ്ങളുണ്ട് എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ. ഇന്നലെ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത് മരങ്ങളുണ്ട് എന്നുള്ളത്? ദെയർ ആർ ട്രീസ് ആൻഡ് ഗ്രീൻ ഗ്രാസ്, അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? ദെയർ ആർ ട്രീസ് ആൻഡ് ഗ്രീൻ ഗ്രാസ്, അങ്ങനെയാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? കുട്ടികളുടെ പിറകിലായിട്ട് മരങ്ങളുണ്ട് എന്ന് പറയാം. ഒരു മരമല്ല, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ കുട്ടികളുടെ പിറകിൽ അല്ലെങ്കിൽ പിന്നിൽ മരങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നു. എങ്ങനെ പറയാം? There are trees behind the children. Behind the children. There are trees behind the children. Okay, കുട്ടികളുടെ പിറകിലായി എന്തുണ്ട്? മരങ്ങളുണ്ട്. There are trees behind the children. There are trees behind the children. അപ്പോൾ ബിഹൈൻഡിൻ്റെ യൂസേജ് മനസ്സിലാക്കുക. ഓക്കെ, there are trees behind the children. ഇനി നമുക്ക് എന്താണ് അവിടുത്തെ ആ ഒരു എന്താണ് ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അവിടെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എന്താണെന്ന് പറയാം അല്ലേ? എങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ആണ്? അവിടെ എല്ലാവരും സന്തോഷത്തിലാണുള്ളത്, എല്ലാവരും ആസ്വദിക്കുകയാണ്. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത്? ദ ചിൽഡ്രൻ ലുക്ക് ഹാപ്പി എന്ന് പറഞ്ഞു അല്ലേ? അതായത് കുട്ടികൾ സന്തോഷവാന്മാരായി കാണപ്പെടുന്നു അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് സന്തോഷമുണ്ടെന്ന് ഫീൽ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാവരുടെയും മുഖത്ത് എന്താണ് അവരുടെ സമയം അവർ വളരെ നന്നായി ആസ്വദിക്കുന്നു എന്നുള്ള ഒരു എന്താണ് പ്രതിഫലനമുണ്ട് അല്ലേ? എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്, അവർ ആ സമയം ആസ്വദിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ദ ചിൽഡ്രൻ ലുക്ക് ഹാപ്പി എന്നുള്ളതിന് ഒന്നുകൂടെ നന്നാക്കി എഴുതാം. എങ്ങനെ എഴുതാം? ദ ചിൽഡ്രൻ ലുക്ക് ഹാപ്പി and are enjoying their time. The children look happy and are enjoying their time. അവർ സന്തോഷവാന്മാരായി തങ്ങളുടെ സമയം ആസ്വദിക്കുന്നതായി കാണപ്പെടുന്നു അല്ലേ? അവർ സന്തോഷവാന്മാരുമാണ്, അതുപോലെ തന്നെ അവരവരുടെ സമയം ആസ്വദിക്കുന്നുണ്ട് എന്നും നമുക്ക് ആ പിക്ചറിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. The children look happy and are enjoying their time. The children look happy and are enjoying their time. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ഇന്നലത്തേതും ഇന്നത്തേതും രണ്ട് ചിത്രങ്ങളും ഏകദേശം കുറേയൊക്കെ കോമൺ ആയിട്ട് കാര്യങ്ങളുള്ളതാണ്. പക്ഷെ അതിനെയും നമ്മൾ വ്യത്യസ്തമായിട്ട് എഴുതി അല്ലേ? ഒരേ കാര്യം രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് താനും ചിത്രത്തിൽ. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ ആ 10 സെൻറ്റൻസസ് ഇന്ന് പഠിച്ച ഈ 10 സെൻറ്റൻസസ് നമുക്കൊന്ന് നോക്കാം. ആ ചിത്രം ശ്രദ്ധിക്കുക, എന്നിട്ട് അത് ടീച്ചർ പറയുമ്പോൾ ശ്രദ്ധിക്കുക, കൂടെ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഹിയർ ഇസ് എ പ്ലേ ഗ്രൗണ്ട്. ഹിയർ ഇസ് എ പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ടിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ഇവിടെ കോമൻറ്റ് സെക്ഷനിലൊന്ന് എഴുതിയിട്ടെ, എല്ലാവരും ഒന്ന് എഴുതിയിട്ടെ. പ്ലേ ഗ്രൗണ്ട് എന്താണ് സ്പെല്ലിങ്? PLAYGROUND. പ്ലേ ഗ്രൗണ്ട്. ഹിയർ ഇസ് എ പ്ലേ ഗ്രൗണ്ട്. There are many children playing in the playground. There are many children playing in the playground. A boy is playing on the swing. 2 children are sitting on a bench. They are smiling and talking. A girl is sliding down the slide. A boy is sitting at the bottom of the slide. Another boy is running in the playground. There are trees behind the children.
The children look happy and are enjoying their time. ഈ ക്ലാസ്സിൽ നിങ്ങളും എൻജോയിങ് ദെയർ ടൈം ആണെന്ന് ടീച്ചർ വിശ്വസിക്കട്ടെ. ഓക്കെ അല്ലേ മക്കളെ? ശ്രദ്ധിക്കുക. സിമ്പിളായിട്ടാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നോട്ട്ബുക്കിൽ എഴുതുക, ടീച്ചർ പറയുന്ന വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്താണ്, ഇന്നലെ ഹോംവർക്ക് അയച്ചവരും ആ പുതിയ സെൻറ്റൻസസ് എഴുതിയവർ 2-3 പേരെങ്ങാനേ ഉള്ളൂ. അതായത് ടീച്ചർ ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യം അതിൽ കാണുന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എഴുതാൻ. അത് ഈ ചിത്രത്തിനും ബാധകമാണ്. നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞ 10 സെൻറ്റൻസസ് അല്ലാത്ത 10 സെൻറ്റൻസസിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും അവിടെ മിസ്സായ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എനിക്ക് എഴുതി അയക്കുക. ഓക്കെ, അതാണ് ഹോംവർക്ക് നമ്പർ 1. ഓക്കെ, ബാക്കി ഹോംവർക്ക്സ് ഞാൻ ഗ്രൂപ്പിൽ പറയാം, വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് മക്കളെ.